ശ്രീ ഷാജി ജോസഫ്, നേരത്തെ ശ്രീ കള്ളിവയലിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നും അദ്ദേഹം കെ.സി. വേണുഗോപാലിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് എല്ലാം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ്. അദ്ദേഹം അവിടെ വേറെ സീനിയർ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടി ആലോചിച്ച് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞ പോലെ ഈ മന്ത്രിസഭയിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുമുള്ള അദ്ദേഹത്തിനുള്ള പിന്തുണ എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വാധീനത്തെ സംബന്ധിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. അപ്പോൾ അങ്ങനെ കെ.സി. വേണുഗോപാൽ പറയുകയും എന്നാൽ ഇവിടെ കാര്യങ്ങൾ പലതും തീരുമാനമാകാതെയും ഇരിക്കുന്നു. വളരെ വിചിത്രമായ ഒരുപാട് എന്താ പറയുന്ന ഡിമാൻഡ്സും പ്രഷേഴ്സും വരികയാണ്. അതിൽ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക. ഇപ്പോൾ നേരത്തെ കണ്ടെത്തിയ ഈ മന്ത്രിമാരുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ചില ഫീഡ്ബാക്കാണ്, അത് വാർത്തയായി മാറുകയാണല്ലോ. ഒരു രീതിയൊക്കെ താങ്കൾക്ക് നന്നായി അറിയാമല്ലോ. അതായത് ഇന്ന് വന്നൊരു കാര്യമാണ്, ഈ പ്രധാന വകുപ്പുകളെല്ലാം മുന്നോക്കക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈഴവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും താരതമ്യേന ദുർബലമായ വകുപ്പുകളെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ വിജ്ഞാപനമൊന്നും വന്നിട്ടില്ല, ഒരു ഉറപ്പുമില്ല. പക്ഷേ ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഇപ്പോൾ സഹകരണവും എക്സൈസും ലിജുവിനാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഭേദപ്പെട്ട ചോയ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിജു ഒഴികെ ഇപ്പോൾ എ.പി. അനിൽകുമാറിന് വെച്ചിരുന്ന വകുപ്പെടുത്ത് കെ മുരളീധരന് കൊടുത്തു, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കിട്ടുന്നു, തിരുവഞ്ചൂരിന് സ്പീക്കറാക്കുന്നു, വിഷ്ണുനാഥിൻ്റെ മെച്ചപ്പെട്ട നല്ല വകുപ്പ് ലഭിക്കുന്നു, ഇങ്ങനെ ഓരോന്നും. അപ്പം മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ അവർക്ക് നല്ല വകുപ്പുകൾ ലഭിക്കുന്നു, പിന്നോക്കക്കാർ പിന്നാക്കം പോകുന്ന ഒരു വകുപ്പ് വിഭജനം എന്നുവരെ ഇതിനകത്ത് ആക്ഷേപമുണ്ട്. ശരത്, ഈ അവസാനം പറഞ്ഞ കാര്യത്തോട് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, നിലവിൽ സതീശനും പെരുന്നയുമായി വലിയ ദൂരത്തിൽ നിൽക്കുന്നത് അത് കുറയ്ക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ഒരു എന്താ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ മാറും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ മന്ത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ചില കോൺഗ്രസ് നേതാക്കളെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസ്സിലെ ജയിച്ചു വന്നിരിക്കുന്ന എം.എൽ.എമാരിൽ എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഒരു ബാലൻസിങ് ആക്ട് നടത്താൻ സാധിക്കും എന്നുള്ളതായിരിക്കണം സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ മറ്റേത് ഗവൺമെൻറ് വരുമ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജാതികളുടെ സമൂഹങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. ഇപ്പോഴും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ നേരത്തെ കെ.സിയുടെ കാര്യം പറഞ്ഞു. കെ.സി ഇപ്പോൾ പറയുന്നത് എല്ലാം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണ്, അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് കെ.സി ഡിഫറെൻറ്റ് ചാനലുകൾക്ക്, വ്യത്യസ്ത ചാനലുകൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂ ഒന്ന് പുറകോട്ട് നോക്കി കേൾക്കുക. എന്താണത്? താങ്കൾ മുഖ്യമന്ത്രി പദവിയിൽ അവകാശിയാണോ, അവകാശവാദം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്നെ അങ്ങ് ഡിസ്കൗണ്ട് ചെയ്തു കൊള്ളുക. എന്താ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത്? ഈ മത്സരത്തിൽ ഏറ്റവും മുൻപിൽ നിന്നത് കോൺഗ്രസ്സിലെ പരമ്പരാഗത രീതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന എം.എൽ.എമാരുടെ ഏറ്റവും വലിയ സംഖ്യ തനിക്ക് അനുകൂലമാണ് എന്ന് കൃത്യമായി താനിരിക്കുന്ന പദവിയുടെ സ്വാധീനവും ഹൈക്കമാൻഡുമായുള്ള തൻ്റെ അടുപ്പവും വെച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള മുഴുവൻ ചടുലമായി നീക്കങ്ങളും നടത്തിയത്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് അദ്ദേഹവും വിചാരിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഓട്ടത്തിൽ, മത്സരത്തിൽ പങ്കാളിയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ശരത്തെ. ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സതീശൻ സ്വീകരിച്ച വഴികൾ, മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സതീശൻ സ്വീകരിച്ച വഴികൾ, അത് ഹൈക്കമാൻഡിനെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. കെ.സിയെ നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി മുറിവുള്ള ഒരു സിംഹമായി മാറിയാണ് കെ.സി നിൽക്കുന്നത്. ഏത് വിധേനയും സതീശൻ്റെ അധികാരങ്ങളെ ഏറ്റവും കുറച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയാക്കി നിർത്തുക കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേരളം കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ അധികാരം നിഷേധിക്കപ്പെട്ട് തൻ്റെ അധികാരം ഉപയോഗിക്കാൻ അവകാശമില്ലാത്തൊരു മുഖ്യമന്ത്രിയായി നിൽക്കുന്ന രീതിയിലേക്ക്
സതീശൻ വന്നെത്താനുള്ള സാധ്യതകളുടെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ പക്ഷേ അതിന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അൻവർ ഷായോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻവർ പല കാര്യങ്ങളിലും പറഞ്ഞെങ്കിൽ അത് വിട്ടുപോയതാകാൻ സാധ്യതയുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ, വി ഡി സതീശന് മുമ്പിൽ മറ്റൊരു ചോയ്സ് ഉണ്ടല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. എതിർ ക്യാമ്പിൽ നിന്ന് മന്ത്രിസഭയിലെ മന്ത്രിമാരെ തൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നുകൂടെ? അത്തരം രാഷ്ട്രീയ പരിശ്രമങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതണോ? ഞാൻ ശരത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ മുഖ്യമന്ത്രി, ഞാൻ ഈ സത്യപ്രതിജ്ഞ സമയത്ത് ഹൈക്കമാൻഡ് ഇവിടെ സന്നിഹിതരായിരുന്നല്ലോ. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും AICC പ്രസിഡന്റ് ഖാർഗെയുടെയും ഒക്കെ ബോഡി ലാംഗ്വേജ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു കാര്യം എനിക്ക് സംശയമുണ്ട്, എൻ്റെ ഭയമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ പോലും പൂർണ്ണമായ പിന്തുണയില്ലാത്തൊരു മുഖ്യമന്ത്രിയായി സതീശൻ ഭവിക്കും എന്ന ഭയം എനിക്കുണ്ട്. അതിനുള്ള സകല നീക്കങ്ങളും അടുത്ത 6 മാസത്തിനുള്ളിൽ ഈ ഗവൺമെൻറ്റിനുള്ളിൽ വളരെ വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ നടക്കുന്ന ഈ വകുപ്പിൻ്റെ പേരിലുള്ള തർക്കം എന്നതും എനിക്ക് സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോർണിംഗ് ഷോസ് ദ ഡേ. ഈ തുടക്കമാണ് ഇനി മുന്നോട്ട് എന്ത് വരാൻ പോകുന്നു എന്ന് നമ്മളെ കാണിച്ചു തരുന്നത്.